ഈ പുസ്തകം സുരേഷ് ഞാനുമായിട്ട് ചർച്ച ചെയ്തിട്ടുമില്ല. കുറെ കാലം മുമ്പ് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു പുസ്തകം എഴുതാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പുസ്തകം പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു സന്ദേശം കിട്ടുമ്പോഴാണ് ഞാൻ ഇടപെടുകയും കുറച്ച് ആളുകളെയൊക്കെ വിളിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് VS എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെക്കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു ലോക ചരിത്രത്തിൽ പോലും ഇതുപോലത്തെ സംഭവം കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു 19 വയസ്സിന് മുകളിലുള്ളൊരു മനുഷ്യൻ, രാഷ്ട്രീയക്കാരൻ, മിനിമം വിദ്യാഭ്യാസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകൾ വന്നിങ്ങ് കൂടുന്നു, ഒരു 5-6 ആൾ. അതിൽ ഞാനുണ്ട്, സുരേഷുണ്ട്, ജോസഫ് സി മാത്യു ഉണ്ട്. എനിക്ക് സുരേഷുമായി ബന്ധപ്പെട്ട് ചില്ലറ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. എൻ്റെ ചില വ്യക്തിഗത അനുഭവങ്ങൾ. നമ്മളന്ന് VS കൂടെ ചേർന്നപ്പം ഒരു സംഘം VS ഉണ്ടാകണം, എന്നാലേ നമ്മൾ എത്തേണ്ടടുത്ത് എത്തൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകളെല്ലാം ഇത് കൂട്ടത്തിൽ കൂടുന്നു. ജോസഫ് IT മേഖലയുമായി ബന്ധപ്പെട്ട് വന്നു. ശക്തിധരൻ രാഷ്ട്രീയം, ഒരർത്ഥത്തിൽ VSൻ്റെ കൂടെ 5 വർഷം ജോലി ചെയ്തപ്പോൾ VS ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് പോരാടിയൊരു മേഖല രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയത്തിൻ്റെ മേഖലയിൽ VSന് ഈ വേണു പലപ്പോഴും പറഞ്ഞ പോലെ മുഴുവൻ വെടിമരുന്നും കൊടുത്തായിട്ടുള്ള ആളാണ് G ശക്തിധരൻ. ദശാമാനിൽ നേരിനൊപ്പം ദശാമാനിൽ ഒരു കോൾ എഴുതണം VSന് എന്നൊരു അഭിപ്രായം വന്നു. അപ്പം ശക്തിധരനാണ് നേരിനൊപ്പം എന്ന പേര് നിർദ്ദേശിച്ച മനുഷ്യൻ. അപ്പം ശക്തിധരൻ വന്നു. അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് വേണുവും കുഞ്ഞികൃഷ്ണനും മനസ്സിൽ വരുന്നത്. വേണു ഒന്ന് ഹിന്ദുവിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റാണ്. ഒരു വിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആളായിരുന്നു വേണു. അപ്പോൾ വേണുവാണ് കുഞ്ഞികൃഷ്ണ സാറിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഈ മതികെട്ടാനുമായി ബന്ധപ്പെട്ട് VS ഇടപെടണമെന്ന് പറയുമ്പോൾ വേണുവും കുഞ്ഞികൃഷ്ണ സാറൊക്കെ വരും, ഇരുന്ന് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അങ്ങനെയാണ് പോകുന്നത്. എനിക്കൊന്ന് പൂയംകുട്ടിയിലും കണ്ട് പോകാൻ വേണ്ടിയിട്ട് വേണു ഒരു വാർത്ത എഴുതി, അവിടെ വലിയ കയ്യേറ്റം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത എഴുതി. അപ്പോൾ അവിടെ പോകണം എന്ന് പറയും VS പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുഞ്ഞികൃഷ്ണ സാർ എനിക്ക് തോന്നുന്നു 2-3 മാസം അവിടെ കാട്ടിൽ പോയി അവിടെ കൂടെ എല്ലാം നടന്ന് കയ്യേറ്റങ്ങൾ മുഴുവൻ മാപ്പ് ചെയ്ത് അങ്ങനെയാണ് പൂയംകുട്ടിയിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പത്രങ്ങളിൽ ഈ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, വളരെ ആധികാരികമായിട്ടുള്ള വാർത്തകൾ. അപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ ഈ സോമനാഥ്, അദ്ദേഹം നമ്മെ വിട്ടു പോയി, മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ ഞാൻ സോമനോട് ചോദിച്ചു, സോമ ഇതെന്താണ്, ഇത് എവിടെ നിന്നാണ് ഈ വാർത്തകളൊക്കെ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ ആധികാരികമായിട്ട് വരുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അയാൾ IAS അല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആ ഒരു ബ്രീഡല്ല, അത് വേറൊരു തിരക്കാരനാണ്. അപ്പോൾ അയാളാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് VSന് ഇടപെടാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഞാൻ സോമനാഥനോട് പറഞ്ഞപ്പോൾ സോമനാഥ് പറഞ്ഞിങ്ങനെ സുരേഷ് കുമാർ എന്നൊരാളുണ്ട്, അയാൾ എവിടെയാണ് വികാസ് ഭവനിലാണ് ജോലി ചെയ്യുന്നത്, വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു ചളിപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ IAS നമ്മൾ വിളിച്ചിട്ടില്ല, IAS നമുക്ക് സഹകരണവും ഇല്ല, അന്നുമില്ല ഇന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു മടിച്ച് വിളിച്ചു. അപ്പോൾ എന്നോട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 6-6:30 മണിയാകുമ്പോഴത്തേക്കും മടിച്ച് അവിടെ വികാസ് ഭവനിൽ ചെന്ന് ഒരു മുറി കൊട്ടി ഇങ്ങനെ തുറക്കുമ്പോൾ മുറിയിൽ നിറച്ച് പുകയാണ്. ഇതൊന്ന് സിനിമയിൽ ചെയ്തെങ്കിൽ ചെയ്യാതെ ഫുൾ പുകയിൽ ഒരു മനുഷ്യൻ ഈ കസേരയിൽ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ പുറകിൽ നിന്നാണ് ഞാൻ ചെല്ലുന്നത്. പുകയുടെ മണം കൊണ്ട് സഹിക്കാൻ മേല. എനിക്കറിയില്ല, ഇനി എന്തായാലും നിറച്ചു പുക, സിഗരറ്റ് പുക എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാനൊന്ന് നല്ലപോലെ സിഗരറ്റ് വലിക്കുന്ന കൂട്ടത്തില്ല കേട്ടോ, അതുകൊണ്ട് അത് സിഗരറ്റിൻ്റെ പുക തന്നെയായിരുന്നു, ഞാൻ തിരിച്ചിരിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ മനുഷ്യനെ ഞാൻ കണ്ടുപിടിക്കുന്നത്, ഈ ഇരിക്കുന്ന സുരേഷിനെ. അങ്ങനെ സുരേഷുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സുരേഷിനെ കൊണ്ട് VS എഴുതിയത്. അപ്പം ഈ ജോസഫ് പറഞ്ഞ ഒരു വിഷയമുണ്ട്. സുരേഷിനെ കൊണ്ടു ചെല്ലുന്നതിന് മുമ്പ് VSൻ്റെ അടുത്ത് ആദ്യം ചെന്ന് പറഞ്ഞതാണ്, അവിടെ ശക്തികുളങ്ങരയിൽ ഒരു തൊഴിലാളിയും അയാളുടെ ഭാര്യയും അവർ ആത്മഹത്യ ചെയ്ത് കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ 1.5 ലക്ഷം രൂപയുടെ ഓൺലൈൻ ലോട്ടറി കിട്ടി. ഇത് സുരേഷ് അന്ന് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്. അത് ഞാൻ VSോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു സഭയെ നമുക്കിതിനകത്ത് ഇടപെടണം, ശക്തമായി നമുക്കിതിനകത്ത് ഇടപെടണം, അതിനൊരാളുണ്ട് എൻ്റെ കയ്യിൽ, സുരേഷ് എന്ന് പറഞ്ഞു. അപ്പോൾ IAS പറ്റും, നമ്മളുടെ സഹകരിക്കും, അതൊക്കെ സഹകരിച്ചു തുടങ്ങുമ്പോൾ സാധനം മനസ്സിലാക്കി കൊടുക്കും.
അങ്ങനെ തുടങ്ങിയ ഒരു സഹകരണം ഒരു ഘട്ടമൊക്കെ കഴിയുമ്പോഴത്തേക്ക് VS എന്നോട് പറയും, ആ സുരേഷിനെ വിളിക്ക് എന്ന് പറയും. അങ്ങനെ ഞാൻ സുരേഷിന്റെ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെല്ലും, ഞാൻ അവിടെ ചെന്നിരുത്തുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് സുരേഷ് രാവിലെ ആയിരിക്കും കുളിച്ച് പിന്നെ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് VSന്റെ അടുത്ത് വരും. അങ്ങനെ ഈ മനുഷ്യന്റെ ഒരൊറ്റ ഇടപെടലിലാണ് VS ഓൺലൈൻ ലോട്ടറിക്കെതിരായിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഓൺലൈൻ ലോട്ടറി നിരോധിച്ച് ഉത്തരവ് വാങ്ങിച്ചത്. അതിലൊരു സംശയവും വേണ്ട. അതിൽ ഞാനങ്ങനെ പൊഴുത്തുന്ന ആൾ പുറഞ്ഞു പറയുന്ന ആളൊന്നുമല്ല. പക്ഷെ അതിൽ സുരേഷിന്റെ പങ്ക് നിസ്തുലമാണ്. സുരേഷ് പിന്നെ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ പിന്നെ സുരേഷിനെ പിന്നെ കാണില്ല. പലതും പറയാൻ വയ്യ. ഒരു ദിവസം പത്രസമ്മേളനം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഗംഭീരമായി ഭയങ്കര 4 കോളം വാർത്തയൊക്കെ ആയി ഞാൻ വിളിക്കുമ്പോഴത്തേക്കും ഒരു പിന്നെ ഫിഷിംഗ് ബോട്ടിൻ്റെ സൗണ്ടാണ് ഞാൻ ഫോണിൽ കൂടെ കേൾക്കുന്നത്. അപ്പം ഞാൻ ഇത് പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഫിഷിംഗ് ബോട്ട്. അപ്പം പത്രസമ്മേളനം രാവിലെ കഴിഞ്ഞിട്ട് സുരേഷ് ഫിഷിംഗ് ബോട്ടിൽ കടലിലാണ് ഉച്ച കഴിഞ്ഞ്. മനസ്സിലായില്ലേ? പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ ഉള്ളൊരു ഇടപെടലുണ്ടല്ലോ, ഓൺലൈൻ ലോട്ടറിയുടെ നിയമ പോരാട്ടം. ഒരു അജിത് പ്രകാശും അനിലും ഉണ്ടായിരുന്നു. ഞാൻ അവരെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല. 2 അഡ്വക്കേറ്റ്സ് ആണ്. ഒരു 3 പേരും കൂടെ എത്രയോ ദിവസം. ഞാൻ പറഞ്ഞു ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. നമ്മൾ അതിനുശേഷം പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടു, അവർ മുഖ്യമന്ത്രിമാരാവുന്നൊക്കെ നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ട്. ഇതൊരു സമാനതകളില്ലാത്ത ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാനത് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞിട്ട് ദിവസം ബെന്നി ബെന്നാനോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ കോൺഗ്രസിൻ്റെ ഒരു അഭിഭാഷകനുണ്ട് ഡൽഹിയിൽ, കപിൽ സിബലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാളാണ് AK ആന്റണിയുടെ കാലത്ത് ഓൺലൈൻ ലോട്ടറിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അയാൾ എന്നോട് എന്നിട്ട് പറഞ്ഞു, ഷാജാൻ ഭയങ്കര പണിയായിട്ട് എനിക്കിത് ചെയ്തിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുകയാണ്, സുപ്രീം കോടതിയിൽ ഓൺലൈൻ ലോട്ടറി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച വരും, വാദം വരും. വാദത്തിൽ അയാൾ ശക്തമായി വാദിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ലൂപ്പ് ഹോളിനെ കുറിച്ചിട്ട് VSന്റെ പ്രസ്താവന വരെ വിടുന്നു. ഞാനത് ചെറിയൊരു ലൂപ്പ് ഹോളെ കാണുള്ളൂ. പക്ഷെ ആ ലൂപ്പ് ഹോള് എടുത്തിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ VSന്റെ പേരിൽ ആ പ്രസ്താവന വരികയാണ്. അപ്പം അതൊക്കെ നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഞാനൊരു അത്ര ഒരു പെസിമിസ്റ്റിക് ആയിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. അപ്പോൾ പ്രശാന്ത് ആ നിലയിൽ ചിന്തിക്കുന്നതിൽ ഞാൻ പ്രശാന്തിനെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഒരു സർക്കാർ ചിലപ്പോൾ 6 7 8 പ്രാവശ്യം സസ്പെൻഡിൽ പോയൊരു മനുഷ്യനാണ് ഇയാൾ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയതിന്. ഇപ്പോഴും തിരിച്ചു കയറുമെന്ന് എനിക്കറിയില്ല. തിരിച്ചു കയറുമെന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊന്നും നടക്കാത്തതല്ല എന്ന് VSന്റെ കാലത്ത് അന്ന് തെളിയിച്ചതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഓൺലൈൻ ലോട്ടറി. അപ്പം അതിനകത്തൊക്കെ ഓരോ ഘട്ടത്തിലും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, പ്രസ്താവനകൾ, പത്രസമ്മേളനങ്ങൾ, അത് മുഴുവൻ കൈകാര്യം ചെയ്തത് സുരേഷാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ സുരേഷ് IAS സിവിൽ സർവീസിൽ ഇരിക്കുകയാണെന്ന് നമ്മൾ ഓർക്കണം. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ അത്യസാധാരണമായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള സമാനതകൾ ഇല്ലാത്ത സംഭവങ്ങളാണ്. ഇതിന് ഒരു ഘട്ടത്തിലും ഒരു സമാനതകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അത് നടക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഒരു VS ഉണ്ടാകുന്നോ, അല്ലെങ്കിൽ ഒരു ശക്തിധരൻ ഉണ്ടാകുന്നോ, അല്ലെങ്കിൽ സുരേഷ് ഉണ്ടാകുന്നോ, കുഞ്ഞികൃഷ്ണൻ ഉണ്ടാകുന്നോ, അല്ല ജോസഫ് സി മാത്യു ഉണ്ടാകുന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അന്ന് 2001 2006 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ, അതൊരു സംഭവമായിരുന്നു. അതിൻ്റെ ഒരു ഏഡ് ആണ് സുരേഷ് എഴുതിയിട്ടുള്ളത്. ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, പുസ്തകം എനിക്കിനി വായിക്കണം. എന്തായാലും സുരേഷ് ഇപ്പോൾ വേറൊരു മേഖലയിലേക്കാണ് പോയിരിക്കുന്നത്. ആ മേഖലയിൽ സുരേഷൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സുരേഷിൻ്റെ ജീവിതത്തിലെയും നിർണായകമായിട്ടുള്ളൊരു ഘട്ടം. ഞാനത് ഈ സുരേഷ് ഒരുപക്ഷെ ഈ പുസ്തകത്തിനകത്ത് മൂന്നാർ പിന്നെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്തിട്ടുള്ളത്. ഞാൻ ആ ഘട്ടത്തെക്കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഈ മൂന്നാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് ഈ മൂന്നാർ വിഷയം VSന്റെ ശ്രദ്ധയിൽ VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കൊണ്ടുവന്നത് പ്രധാനമായും ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു PK പ്രകാശ് എന്നാണ്. മാധ്യമത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളും പിന്നെ ഈ ദൃശ്യമാധ്യമം അയാളാണ് അതിൻ്റെ മുഴുവൻ രേഖകളുമായിട്ട് VSന്റെ അടുത്ത് വരുന്നത്. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഒരു ഘട്ടത്തിൽ വന്ന് അതിൻ്റെ നടപ്പിലാക്കേണ്ട സമയത്താണ്
സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതികായൻ അതിനകത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ, ഞാൻ പിന്നീട് വി എസിനെ വിമർശിച്ചിട്ടുമുണ്ട് കേട്ടോ, അത് ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അത് പിന്നെ വി എസിനോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസിനെ എല്ലാ കാര്യത്തിലും അന്ധമായി പിന്തുണയ്ക്കലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളും അല്ല ഞാൻ. അതുകൊണ്ട് അതും കൂടെ ഞാൻ പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്നൊരു പൊതുപ്രവർത്തകനെ എന്നെ ഡെവലപ്പ് ചെയ്യുന്നതിലും ഈ നിലയിലൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ വളർത്തുന്നതിലും എനിക്ക് ഒരു ആത്മധൈര്യം തരുന്നതിലും എൻ്റെ ജീവിതത്തിൽ തന്നെ എത്ര തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു ആത്മധൈര്യം വി എസിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളൊരു കാലഘട്ടമാണ്. എന്നെ ഇന്നും ഒരുപാട് തിരിച്ചടികളൊക്കെ ഉണ്ടെങ്കിലും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയൊരു പങ്ക് വി എസിൻ്റെ ഊർജമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, വി എസ് ആശുപത്രി കിടക്കുമ്പോൾ ഞാനും ശക്തിധരനും കൂടെ ഒരു മാസം അവിടെ പോയിരിക്കുമായിരുന്നു ആ ആശുപത്രിയുടെ പുറത്ത്. ആ വി എസ് അകത്ത് കിടക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഒരിക്കൽ പോലും വി എസിനെ കണ്ടിട്ടില്ല. ഞങ്ങളവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെയല്ല, വൈകിട്ട് ഞാൻ വരും, ശക്തിധരൻ വരും, ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ പോകും. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഊർജ്ജമായിരുന്നു. ആ ഊർജ്ജം യഥാർത്ഥത്തിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അത് എത്ര വലിയൊരു ഊർജ്ജമാണ് എന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വി എസിനെ മുഖ്യമന്ത്രിയാക്കുന്ന ആ ഒരു പ്രവർത്തനത്തിൽ വി എസിന് നിർണായകമായിട്ടുള്ള പിന്നെ ഇൻപുട്ട് വി എസ് ഏറ്റെടുത്ത് നടത്തിയ ഏറ്റവും ത്യാഗോജ്വലമായിട്ടുള്ള സമരങ്ങളിൽ ഒന്നായിട്ടുള്ള ഓൺലൈൻ ലോട്ടറിയുടെ മേഖലയിൽ നൽകിയ ഒരു വ്യക്തിത്വമാണ് സുരേഷ്. ഇത്രയും കാലം ഈ പുസ്തകം എഴുതുന്നതിന് താമസിച്ചത് എന്താണ് എന്നെനിക്കറിയില്ല.